കയറിയിറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ ദൈവത്തെ അധികമായി സ്നേഹിക്കുന്നവരും ദൈവമക്കൾ ഒരുപാടുള്ള ഒരു ദേശമായിട്ട് അത് കാണാൻ കഴിഞ്ഞു. നമുക്കറിയാം, കർത്താവ് എൻ്റെ ഐഹിക വേളയിൽ താൻ യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ തന്നെ കാണുവാനായിട്ട് മരത്തിൻ്റെ മുകളിൽ ആൾക്കാർ കയറിയിരുന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തൻ്റെ പേരാണ് സക്കായി. എത്രയോ ബുദ്ധിമുട്ട് താൻ ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം എന്നെ ഓർപ്പിച്ചൊരു കാര്യം, ഞാൻ യാത്ര ചെയ്തൊക്കെ വരുമ്പോൾ എന്നെ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്. ദൂരത്തും ചാരത്തുമായി എന്നോട് ഇങ്ങനെ പറയാനിടയായി തീർന്നു. ആരൊക്കെയോ അതെ യേശുവിനെ കാണാനായിട്ട് എവിടൊക്കെയോ മറഞ്ഞിരിപ്പുണ്ട്. വിവിധ ഭാരങ്ങളുമായിട്ടും വിവിധ നിരാശകളുമായിട്ടും വിവിധ ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ ആത്മഹത്യ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ മുമ്പിൽ, ഇനിയൊരു പോംവഴിയില്ല എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആരൊക്കെയോ മരത്തിന്റെ മുകളിലോ ഏതെങ്കിലും ഭവനത്തിന്റെ മുകളിലോ ഏതെങ്കിലും ഭവനത്തിന്റെ അറയ്ക്കകത്തോ അവരിന്ന് കേൾക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം. സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ച് മരത്തിന്റെ മുകളിൽ കയറിയെങ്കിലും അവൻ സക്കായി കയറുന്നതിന് മുൻപേ സക്കായിയെ കണ്ട യേശു ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവൻ സക്കായി മരത്തിന്റെ മുകളിൽ കയറുന്നതിന് മുൻപേ സക്കായിയെ അറിഞ്ഞ് മരത്തിന്റെ അടിവാരത്തിൽ വന്നിട്ട് മുകളിലോട്ടൊന്ന് നോക്കി. ആളിൽ കുറുകിയവനാണ്, മരത്തിന്റെ ഇലയിൽ മറഞ്ഞവനാണ്, എന്നെ ആരും കാണരുത് എന്ന് വിചാരിച്ച് മരത്തിന്റെ മുകളിലേക്ക് കയറിയ സക്കായിയെ യേശു കണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ആരെങ്കിലും ഭവനത്തിന്റെ തണലിൽ ഭാരത്തോടും നിരാശയോടും കൂടെ ഇങ്ങോട്ട് വരുവാൻ അല്പം പ്രയാസത്തിലായിരിക്കുന്നെങ്കിൽ, നിരാശയോടെയാണ് നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ, അവൻ ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ വെട്ടപ്പെടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇറങ്ങി വരാൻ കഴിവുള്ള കരുത്തുള്ള അവൻ കഴിവുറ്റവനായ എൻ്റെ യേശുവിനെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. അവൻ ജീവിക്കുന്ന ദൈവമാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു കാര്യമുണ്ട്. സത്യസുവിശേഷം ദേശമെമ്പാടും അത് അറിഞ്ഞേ പറ്റുകയുള്ളൂ. സുവിശേഷത്തെ പറ്റി കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. എന്താണ് സുവിശേഷം? സുവിശേഷത്തെ പറ്റി ഇവിടെ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശു ക്രിസ്തുവാകുന്നു സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല, ഇതൊരു രാഷ്ട്രീയ സംഘടനയുടെ പ്രസംഗമല്ല, ഏതെങ്കിലും പ്രത്യേകമായിരിക്കുന്ന ഒരു കൂട്ടത്തിന്റെയോ വിഭാഗത്തിന്റെയോ ഒരു സന്ദേശമല്ല. ഒരു വ്യക്തിയെ പിൻഗമിക്കുന്ന ഒരു കൂട്ടം ജനതയുടെ അവൻ സന്ദേശമാണ്. അത് നസറേനായ യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ് സുവിശേഷം എന്നുള്ളത്. ഏതെങ്കിലും പ്രത്യേകമായിരിക്കുന്ന പെന്തക്കോസ്തിന്റെയോ മർത്തോമയുടെയോ യാക്കോബയുടെയോ അല്ലെങ്കിൽ റോമൻ കാത്തലിക്സിന്റെയോ അല്ല യേശു. പിന്നാരാ? മാനവ സമൂഹത്തിന്റെ രക്ഷകനാണ് യേശു. ആണും പെണ്ണുമായിരിക്കുന്ന ഗോത്രത്തിന്റെ ജാതിയുടെ അവൻ ഉടമസ്ഥനാണ്, രക്ഷകനാണ് യേശു എന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ അവൻ സ്വതന്ത്രം ഹല്ലേലൂയ അനേകരും അംഗീകരിച്ചുകൊണ്ടും അവനെ സ്വീകരിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. കാരണം വേറൊരു കാര്യമുണ്ട്. മോക്ഷം വേണമെങ്കിൽ, രക്ഷ വേണമെങ്കിൽ യേശുവിനെ കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ളത് ഇന്ന് എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും വാക്കുകൾ കൊണ്ട്, അവൻ വെറും ചില വാക്കുകൾ കൊണ്ട് വാരി വിളമ്പുന്ന, അവൻ വാരി വിതറുന്ന വാക്കുകൾ കൊണ്ട് പറയുന്ന ചില ഏതെങ്കിലും തത്വശാസ്ത്രങ്ങളോ സംഹിതകളോ അല്ല. പിന്നെന്താണ് സുവിശേഷം? ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തു ആകുന്നു ഞങ്ങളുടെ സുവിശേഷം. ആ യേശു ക്രിസ്തുവിലേക്ക് ഇന്ന് പകൽക്കാലം അല്പസമയം ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയേറുകയാണ്. ഞങ്ങൾ ചോദിക്കുകയാണ്. അല്പസമയം നിങ്ങളുടെ ഹൃദയങ്ങളെയും കാതുകളെയും ഞങ്ങൾ ചോദിക്കുന്നു. ഇപ്രകാരം ഞാൻ ഒരു കാര്യം പറയാം, ഒന്നും കൂടെ ഓർപ്പിക്കുകയാണ്. ഈ വചനത്തിൽ കാണുന്ന ഒരു ഭാഗമാണ്, സുവിശേഷം അറിയാവുന്നവരൊക്കെയാണ് ഈ ചുറ്റുപാടത്തുള്ളത്. അപ്പോൾ അവിടെ കാണുന്ന ഒരു ഭാഗമുണ്ട്. തളർന്ന ഒരു രോഗിയുമായിട്ട് 4 പേര് ചുമ്മിക്കൊണ്ട് പോകുകയാണ്. എന്നെ കേൾക്കുന്നവരോട് ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണമേ. ഞാൻ എൻ്റെ പ്രഭാഷണത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ മാത്രം ഇവിടെ ഓർപ്പിക്കുകയാണ്. യേശുവിൻ്റെ ഐഹിക വേളയിൽ തൻ്റെ 33 തിരുവയസ്സ് വരെ താൻ നാടെങ്ങും നന്മ ചെയ്ത് ദേശദേശാന്തരങ്ങളിൽ യാത്ര ചെയ്ത് ആർക്കും വേണ്ടാത്തവനെയും കുഷ്ഠരോഗിയെയും കണ്ടു കാണാത്തവനെയും ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ശമരിയ പട്ടണത്തിൽ അതിരി വെച്ച് വേർതിരിച്ച സ്ത്രീകളുടെ അടുത്തേക്ക് കടന്നു ചെന്നിട്ട് വെള്ളം ചോദിച്ച യേശു ക്രിസ്തു അവിടെ ചോദിക്കുന്നുണ്ട്, നീ എന്നോടൊരു വെള്ളം ചോദിക്കുവാൻ ആരാ? നീ ഒരു യഹൂദനാണ്, ഞാനൊരു ശമരിയ സ്ത്രീയാണ്. അന്ന് വരെയും നോക്കിക്കേ, ഒരു ജാതിയുടെ പ്രത്യേകമായിരിക്കുന്ന തരംതിരിവിൽ അതിരി വെച്ച് ഭേദിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു കൂട്ടത്തെ പോലും അതിരുകളെ ഭേദിച്ചുകൊണ്ട് കടന്നു എന്നുകൊണ്ട് മാനവ സമൂഹത്തിന്റെ രക്ഷയ്ക്കായിട്ട് അവരെ ചേർത്ത് പിടിച്ചതായ യേശു ക്രിസ്തുവിനെ ഇന്ന് പകൽക്കാലം ഉയർത്തുമ്പോൾ, ഇന്ന് പകൽക്കാലം അവന്റെ ഐഹിക വേളയിൽ താൻ യാത്ര ചെയ്യുന്ന മേഖലകളിൽ അവൻ ഭവനത്തിൽ വന്നിരിക്കുമ്പോൾ നമുക്കറിയാം, ഒരു 4 പേർ ചുമന്നുകൊണ്ട് ഒരു വ്യക്തിയെ, തളർന്ന രോഗിയെയും കൊണ്ട് കടന്നു വരികയാണ്.
അവിടെ വരുമ്പോൾ എന്നെ ചിന്തിപ്പിച്ചത് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് ആ വാതിലിൽ മുഴുവനും ആൾക്കാർ അടഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു മറുവഴിയിലൂടെ അവർ കടന്നു ചെന്ന് അവന്റെ പുരയുടെ മുകൾ ഭാഗത്തേക്ക് കയറി. പുരയുടെ മുകൾ ഭാഗം പൊളിച്ച് താഴേക്ക് അവൻ കയറ് കെട്ടി താഴേക്ക് ഇറക്കി കൊടുക്കുമ്പോഴും എൻ്റെ പുരയിടം പൊളിച്ചത് ആരാടാ എന്ന് ചോദിച്ചില്ല. ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നു, അങ്ങനെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഭവനം ദൈവ മക്കളുടെ ഭവനമേ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവിനെ സ്വീകരിച്ച് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവന്റെ പുരയുടെ കവാടം തുറന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ, അവന്റെ മേൽക്കൂര പൊളിക്കാൻ കഴിയുകയുള്ളൂ. നമുക്കറിയാം, നമ്മുടെ കതകുകൾ ചിലപ്പോൾ പൊളിച്ചു കൊടുക്കും, നമ്മുടെ മേൽക്കൂര പൊളിക്കാൻ ആരെയും അനുവദിക്കാറില്ല. ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയാം, നീ വരാൻ തയ്യാറാണെങ്കിൽ മേൽക്കൂര പൊളിച്ചിറക്കിയാൽ നീ സൗഖ്യം പ്രാപിച്ചേ പോകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സൂക്ഷ്മതയോടെ വിളിച്ചു പറയുക, കൊണ്ടുപോയവരുടെ വിശ്വാസം കണ്ടിട്ട് അവിടെ സൗഖ്യം ഉണ്ടായെന്നാ പറയുന്നത്. പോയ കട്ടിലേക്ക് കിടക്കുന്ന ദീർഘനാളുകളായിട്ട് അവൻ പക്ഷാപാതം പിടിച്ച് കിടക്കുന്ന വ്യക്തിയുടെ വിശ്വാസമല്ല അവിടെ കർത്താവ് കണ്ടത്, പിന്നെന്താണെന്നറിയുമോ, കൊണ്ടുപോയ വ്യക്തിയുടെ വിശ്വാസം കണ്ട്. ഇന്ന് പകൽക്കാലം ദൂരത്തും ചാരത്തുമായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് വിളിച്ചു പറയുക, അവൻ സ്വന്തം നിങ്ങളുടെ വിശ്വാസത്തിന്റെ മുമ്പിൽ കിടക്കുന്ന കിടക്കയിൽ അവൻ അല്ലെങ്കിൽ ഞരങ്ങുന്ന അവസ്ഥയിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാ. അവിടെ താഴെ ഇറങ്ങി. പിന്നെ പോയത് കട്ടിലിൽ ചുമന്നോണ്ടല്ല, പിന്നെ പോയത് കട്ടിലിൽ കിടന്നവൻ കട്ടിലും എടുത്തുകൊണ്ട് പോകുന്ന തരത്തിലേക്ക് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ യേശു ഇന്ന് ഈ ദേശത്ത് ആഗതനായിട്ടുണ്ട്. അവൻ എവിടെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെ അന്ധകാരം മാറിയിട്ടുണ്ട്, അവൻ എവിടെല്ലാം കാലുകൾ ചവിട്ടിയിട്ടുണ്ടോ അവിടെ ഇരുളുകൾ വഴിമാറിയിട്ടുണ്ട്, അവൻ ഭവനത്തിനകത്ത് വെളിച്ചമതിച്ചിട്ടുണ്ട്, ഭവനത്തിനകത്ത് സമാധാനം വന്നിട്ടുണ്ട്. യേശു എവിടെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെ മരണപ്പെട്ട സമസ്തകൾക്ക് മാറ്റം കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, കല്ലറിയുടെ കവാടങ്ങളെ തുറന്ന് മരിച്ചവൻ പുറത്തു വന്നിട്ടുണ്ട്, ജീവനായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദേശത്ത് യേശു കുത്തി എന്ന് പറയാൻ കാരണം ഒരു ദൈവ പൈതൽ ഈ ദേശത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ. ആരിവിടെ വന്നു? യേശു ഇവിടെ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ യേശു ഇവിടെ ഉണ്ട്. യേശുവിന്റെ വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു, തിരുവചനത്തിൽ ഇപ്രകാരം കാണുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് അവൻ അരുളി ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഇന്ന് പകൽക്കാലം വളരെ വേഗത്തിൽ പോകുക. എന്നെ ചിന്തിപ്പിച്ച ഒരു പദം ഞാൻ ഇവിടെ ഓർപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം അതിന്റെ 13-ാം അധ്യായത്തിന്റെ അതിന്റെ 55-ാമത്തെ വാക്യത്തില് ഇപ്രകാരം കാണുകയാണ്, ഇവൻ തച്ചന്റെ മകൻ അല്ലയോ? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 55-ാം വാക്യത്തിൽ കാണുകയാണ്, ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേ, ശിമയോൻ, യൂദ എന്നിവരല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവൻ ഇതൊക്കെ എവിടെ നിന്ന് എന്ന് പറഞ്ഞു. ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞു. ആമേൻ. നോക്കിക്കേ, ഇന്ന് പകൽക്കാലം കേവലം ഒരു തച്ചന്റെ മകനായി പാലസ്തീന്റെ മണ്ണിൽ 2024 വർഷങ്ങൾക്ക് മുൻപേ കേവലം ഒരു തച്ചന്റെ പേര് പറഞ്ഞുകൊണ്ട് അവൻ തച്ചന്റെ മകനല്ലയോ? വില കുറച്ചുകൊണ്ട് കാണിക്കുകയാ. അവന്റെ അമ്മ മറിയല്ലയോ? അവന്റെ സഹോദരങ്ങളും ഇല്ലയോ? അവൻ കേവലം ഒരു തച്ചനല്ലയോ? ഇവൻ ഈ തത്വശാസ്ത്രം എവിടുന്ന് പഠിച്ചു? ഇവൻ ഈ താർക്കികത്വം എവിടുന്ന് പഠിച്ചു? ഈ ശാസ്ത്രം എവിടുന്ന് പഠിച്ചു? എന്താണ് ഇവന്റെ ക്വാളിറ്റി എന്ന് അവൻ ചോദിച്ചപ്പോ എന്റെ അകത്തേക്ക് ഈ ചിന്ത ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അതെ യേശു ക്രിസ്തു ശരിക്കും അവൻ തച്ചന്റെ മകൻ തന്നെയാ. ആ തച്ചൻ എന്ന് പറയുമ്പോൾ ഈ ഉലകത്തിലെ ഏതെങ്കിലും മനുഷ്യനായിരിക്കുന്ന ഒരു തച്ചനല്ല, ഉലകത്തെ സൃഷ്ടിച്ചവനായ തച്ചൻ, ആകാശത്തെ ശൂന്യത്തിൽ തൂക്കിയവനായ തച്ചൻ, ആ ചന്ദ്രനക്ഷത്രാദി ഗോളങ്ങളുടെ പേർ ചൊല്ലി വിളിക്കുന്നവനായ തച്ചൻ, ആ തച്ചന്റെ മകനായിരിക്കുന്ന യേശു ക്രിസ്തുവിന് ഇതെല്ലാം കഴിയാതെ പോകുമോ? അവൻ തച്ചനാണ്. എന്താ? ഈ ശൂന്യത്തിന്റെ മേൽ ഈ ആകാശത്തെ തൂക്കാൻ കഴിവുള്ള കരുത്തുള്ളവനായ തച്ചൻ, നക്ഷത്രഗോളങ്ങളെ പേർ ചൊല്ലി വിളിക്കുവാൻ പ്രാപ്തിയുള്ള കഴിവുള്ള തച്ചൻ, ഈ ഭൂമിയിൽ കിടക്കുന്ന പൂഴിയെ ഒരു നാഴിയിൽ കൊള്ളിക്കുവാൻ പ്രാപ്തിയുള്ള തച്ചൻ, ഒരു കൂട്ടം വെള്ളത്തെ ഭൂമിയിലേക്ക് കൂട്ടുവാൻ പറയുമ്പോൾ അത് കൂടുന്ന തച്ചൻ,
കാറ്റിന്റെ മേൽ അധികാരമുള്ളവൻ, കടലിന്റെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ, മനുഷ്യന്റെ പാപം മോചിച്ചു കൊടുക്കുവാൻ പ്രാപ്തിയുള്ളവൻ, അവനാണ് തച്ചൻ. അവൻ എന്ന് പറഞ്ഞാൽ അവന് സകലത്തെയും യഥാർത്ഥമായി പണിയാൻ കഴിവുള്ളവൻ. നമ്മുടെ ഉലകത്തിലെ തച്ചന്മാര് പെരകൾ പണിയുമ്പോൾ 9:45 കോല എന്ന് പറഞ്ഞ ഉളി കൊണ്ടത് തട്ടി എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചാൽ കൂര കാറ്റടിക്കുമ്പോൾ നിലത്ത് വീഴും. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ തച്ചന്മാർ പരാജയപ്പെട്ട് അമ്പെ തലകുലുത്തി നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഉയരത്തിൽ നിന്ന് താണലോകത്തേക്ക് ഇറങ്ങി വന്ന ഒരു തച്ചനുണ്ട്. അവൻ നാസറേനായ യേശു ക്രിസ്തുവാണ്. അവന്റെ കളപ്പുരയിലേക്ക് ആരെങ്കിലും കയറിയാൽ, അവന്റെ തച്ചുശാലയിലേക്ക് ആരെങ്കിലും കയറിയാൽ പണി കഴിച്ചേ അവർ പുറത്തു പോകുകയുള്ളൂ. നമുക്കറിയാം, തച്ചന്മാരുടെ അടുത്തേക്ക്, ആശാരിമാരുടെ ആ ഭവനത്തിലേക്ക് നമ്മൾ സാധാരണ പോകുന്നത് ഊരിയ മമ്മട്ടിയും ഊരിയ കൂന്താലിയും കൊണ്ടാണ് പോകുന്നത്. പിന്നെ തിരിച്ചു വരുമ്പോൾ ഊരിയതും കൊണ്ടല്ല പോകുന്നത്, ഉറപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇന്ന് പകൽക്കാലം ഈ ദേശത്ത് യേശു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പാടിയവനായി നീ പോകത്തില്ല, നീ രോഗിയായിട്ടിരിക്കത്തില്ല, നീ ഉടന്തനായി പോകത്തില്ല. പിന്നെന്താ, നിനക്ക് വിശ്വസിക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ തച്ചൻ നിന്നെ പണിത് പുറത്തിറക്കാനിടയായി തീരും. നീ ആടിയവനായിട്ട് വന്നെങ്കിൽ നീ ആടാത്തവനായി പുറത്തു പോകാനിടയായി തീരും. ഇന്ന് പകൽക്കാലം ഈ തച്ചുശാലയിലേക്ക് കയറാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? യേശുവേ, മഹോന്നതനായ ദൈവമേ, ഇന്ന് രാത്രിയിൽ ഈ പ്രഭാഷണം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കണമെന്ന് മനസ്സുകൊണ്ട്, ശബ്ദം കൊണ്ട് പറയുവാൻ ആരെങ്കിലും പ്രാപ്തിയുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കൊള്ളുക. ആ ദൈവത്തിന് ഇന്നും പ്രവർത്തിക്കാൻ കഴിയും. കേവലം 5 അപ്പവും 2 മീനും കൊണ്ട് മാത്രം 5000 പോഷിപ്പിച്ചവനല്ല. പിന്നെന്താ, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ മാത്രമല്ല എൻ്റെ യേശു. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, സുവിശേഷം എന്ന് പറയുമ്പോൾ കേവലം അത്ഭുതങ്ങളുടെ മാത്രമായ ശൃംഖലകൾ മാർത്ത് കോർത്തിണക്കിയത് മാത്രമല്ല, പിന്നെന്താ, മാനവ സമൂഹത്തിന് ഒരു രക്ഷ ആവശ്യമാണ്. ഇന്ന് രാത്രിയിൽ ഈ പ്രഭാഷണത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണെങ്കിലും ആ യേശു ക്രിസ്തുവിനോടുള്ള രക്ഷയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എന്താണ് രക്ഷ? നമുക്കറിയാം, രക്ഷ എന്ന് പറയുമ്പോൾ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് രക്ഷ. എന്താണ് ശിക്ഷ? ശിക്ഷയെ പറ്റി പഠിക്കുമ്പോൾ ബൈബിൾ പഠിച്ചവർക്ക് വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് അനുസരണക്കേടിന്റെ ഫലമായിട്ട് അവൻ എന്ത് സംഭവിച്ചു? അവർ ഏദൻ പൂങ്കാവനത്തിന്റെ പുറത്ത് ആകപ്പെട്ടു. അത് മാത്രവുമല്ല, അവർക്ക് നിത്യമായിരിക്കുന്ന മരണം അവരെ വിധിക്കപ്പെട്ടു. ആ മരണത്തിൽ നിന്ന് വിമുക്തി നേടാൻ കഴിയാതെ കാലഘട്ടങ്ങൾ മുൻപോട്ട് പോയപ്പോൾ അവൻ അന്നത്തെ പുരോഹിതന്മാരും ശാസ്ത്രിമാരും കിടഞ്ഞു പരിശ്രമിച്ച ഒരു കാര്യമുണ്ട്. യാഗങ്ങളും യാഗക്രിയകൾ കൊണ്ട് ഇതിനൊരു മോക്ഷം നേടാമെന്ന് അവർ പരിശ്രമിച്ചു. നോക്കിക്കേ, ഈ രക്ഷ നേടാൻ വേണ്ടി എന്ത് ചെയ്യാൻ തുടങ്ങി? യാഗങ്ങൾ ചെയ്യാൻ തുടങ്ങി. യാഗങ്ങൾ ചെയ്ത് എൻ്റെ ഭാഷ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ, ഈ ഭൂമിക്കുള്ളിലേക്ക് മൃഗങ്ങളുടെ രക്തം വീണ് ഈ ഭൂമി നാശമായതല്ലാതെ ഒരു മോക്ഷവും ഒരു ജനത്തിനും ഉണ്ടായിട്ടില്ല, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്നാൽ അമ്പേ ഈ പരാജയങ്ങളൊക്കെ മുന്നോട്ട് വരികയാ. പുരോഹിതന്മാരും അന്നത്തെ ശാസ്ത്രിമാരും പുരോഹിതന്മാരും അന്നത്തെ പണ്ഡിതന്മാരും ഒക്കെ കടഞ്ഞു പരിശ്രമിച്ചു എങ്ങനെ രക്ഷ നേടാം, അല്ലേ? അങ്ങനെ എല്ലാ വേദങ്ങളും ചോദിക്കുന്നുണ്ട്, എങ്ങനെ രക്ഷ നേടാം? രക്ഷയുടെ കാര്യം വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? പഞ്ചഭുജം മടക്കി മാറി നിൽക്കുകയാ. അപ്പോഴാണ് 2023 വർഷങ്ങൾക്ക് മുൻപേ അവൻ കാൽവരിയുടെ കുലക്കളത്തിലെ യാഗമാകുവാൻ വേണ്ടി നസറേനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ആഗതനായിരിക്കുന്നത്. യേശു ക്രിസ്തു ഇപ്പോൾ യാത്ര ചെയ്തപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു. എന്താ? അവൻ യാഗങ്ങളും യാഗക്രിയകൾ കൊണ്ട് രക്ഷ നേടാത്ത സഹോദരങ്ങളെ, അതെ, വഴിയറിയാതെ പതറി നിൽക്കുകയല്ലേ? നിങ്ങൾ വഴിയറിയാതെ പലതും ചെയ്തു കൂട്ടുകയല്ലേ? ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കുള്ള വഴി എന്താണെന്ന്. ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് ജീവൻ, ഞാൻ തന്നെയാണ് സത്യം. ഇന്ന് പകൽക്കാലം ജീവനില്ലാതെ നിർജീവ അവസ്ഥയിൽ കിടക്കുന്നവരെ ഇന്ന് പകൽക്കാലം യേശു വിളിച്ചു പറയുന്നു, ഞാൻ തന്നെയാണ് ജീവൻ. ഇന്ന് പകൽക്കാലം സത്യം അറിയാതെ പതറി നിൽക്കുന്നവരെ യേശു വിളിച്ചു പറയാ, ഞാൻ തന്നെയാണ് സത്യം. യേശു വിളിച്ചു പറയുന്നു. ഇത് കേട്ടിട്ടും കേൾക്കാതെ ആരും പോകരുതേ. ഇന്ന് പകൽക്കാലം ആ തച്ചൻ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. യേശു ഇന്ന് രാത്രിയിൽ ഈ ശബ്ദം അവൻ ആരുടെയൊക്കെയോ ഹൃദയങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. ആരുടെയൊക്കെയോ ഏതോ മനോഭാരത്തിലും ആരൊക്കെയോ ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്ന് ചിന്തിച്ച് കടഭാരം ഏറിക്കൊണ്ട് മക്കളെ പറ്റിയും ഭർത്താവിനെ പറ്റിയും ചിന്തിച്ച് വ്യാകുലപ്പെട്ട് കടബാധ്യതയിൽ മുങ്ങി തകർന്ന് ജീവിതം അവസാനിപ്പിച്ചാൽ മതി, കുടുംബജീവിതം വഴിവെക്കിൽ തകർന്നുപോയി, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്
പറയുന്നത് എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ തൂക്കുകയറല്ല, മദ്യക്കുപ്പിയല്ല, വിഷക്കുപ്പിയല്ല. പരിഹാരമെന്ന് പറയുന്നത് പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ. നസ്രയനായ യേശു ക്രിസ്തു അവന്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യബോധം തരാൻ കഴിയുന്ന, ലക്ഷ്യം തരാൻ കഴിയുന്ന ഒരു യേശു ഇന്ന് പകൽക്കാലം അതെ ഈ സായാഹ്ന വേളയിൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. നമുക്കറിയാം, സുവിശേഷത്തെ പറ്റി ഞാൻ ഇവിടെ പറഞ്ഞല്ലോ. എന്താണ് സുവിശേഷമെന്നും എന്താണ് രക്ഷയെന്നും ഞാൻ പറഞ്ഞു വരികയാണ്. ഞാൻ പറഞ്ഞു, ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ് രക്ഷ. ശിക്ഷയെ പറ്റി ഞാൻ വ്യക്തമായി പറഞ്ഞു. ദൈവമേ, ഉലകത്തിൽ ജനിച്ചിട്ടുള്ളവരും ഇനി ജനിക്കാൻ പോകുന്നവരും ഈ രക്തത്തിൽ ജനിക്കുന്ന ആണും പെണ്ണും നിന്ന് അവൻ ഉണ്ടാകുന്ന സകല വംശവും പാപത്തിലാണ് ജനിക്കുന്നത്. അവർക്കൊരു രക്ഷ ആവശ്യമാണ്. അത് ഏകനാൽ അവിടെ യാഗം നടന്നതിലേക്ക് നിങ്ങളുടെ മുഖമൊന്ന് തിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ രക്ഷ സൗജന്യമായി നൽകുന്നതാണ്. എന്താണ് ആ രക്ഷ പ്രാപിച്ചാലുള്ള ഗുണം എന്താണ്? ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുന്നതിന് മുൻപേ ഞാൻ പലപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ രക്ഷയെപ്പറ്റി ആഫ്രിക്കയുടെ ഒരു വനാന്തരങ്ങളിൽ ഒരു സുവിശേഷകൻ കടന്നു ചെന്നു. ആ സുവിശേഷനെ അവർ എന്ത് ചെയ്തു? നരഭോജികൾ അവനെ പുഴുങ്ങിത്തിന്നു. മറ്റൊരു സുവിശേഷകനെ അമേരിക്കയിൽ നിന്ന് പറഞ്ഞു വിട്ടു. അവിടെ ചെന്നപ്പോൾ ഒരാൾ മാനസാന്തരപ്പെട്ട് കാടിനകത്ത് മാനസാന്തരപ്പെട്ട് ഇങ്ങനെ മുൻപോട്ട് ബൈബിൾ പഠിച്ചു കൊണ്ടുപോകുന്ന ഒരു വൃദ്ധയായിരിക്കുന്ന സ്ത്രീ. ആ സ്ത്രീയെ കണ്ടുകൊണ്ട് ആ ദേശം വിസിറ്റ് ചെയ്യുവാൻ ചെന്ന ഒരു ചൈനക്കാരൻ നിരന്തരം ഇങ്ങനെ പോകുമ്പോൾ, താൻ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ, എല്ലാ പ്രഭാതത്തിലും ഇറങ്ങി നടന്ന് മുന്നോട്ട് പോകുമ്പോൾ താൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ വൃദ്ധയായിരിക്കുന്ന സ്ത്രീ അവിടെ നിന്ന് ഈ ബൈബിൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രഭാതത്തിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ വൃദ്ധയായിരിക്കുന്ന സ്ത്രീയോട് ചോദിച്ചു, ഞാൻ പ്രഭാതത്തിൽ എന്നും ഇങ്ങനെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എന്താണ് ഈ കണ്ണ് കാണാതിരുന്ന് ഈ കൂനിപ്പിടച്ചിരുന്ന് നിങ്ങൾ ഇത് വായിച്ചു കൊണ്ടിരിക്കുന്നത്? ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, അത് എൻ്റെ കയ്യിലിരിക്കുന്നത് ബൈബിളാണ്. ഈ ദേശത്ത് എങ്ങനെ ബൈബിൾ വന്നു? ഇതെങ്കിലും ആരെങ്കിലും വായിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ ആ വൃദ്ധയായിരിക്കുന്ന സ്ത്രീ ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞു. വളരെ ഷൗട്ട് ചെയ്ത് ആ സ്ത്രീയെ തരം താഴ്ത്തി സംസാരിച്ചപ്പോൾ ആ സ്ത്രീ കയ്യെ പിടിച്ച് ആ മനുഷ്യനെ തൻ്റെ ഭവനത്തിൻ്റെ പുറകിലേക്ക് പോയിട്ട് ചോദിച്ചു, നിങ്ങൾ ആ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അതെ, ഭയാനകരമായ ചില കലങ്ങളാണ് കാണുന്നത്. ആ മറ്റൊരു ഭാഗത്തേക്ക് കൈ ചൂണ്ടിട്ട് ചോദിച്ചു, അവിടെ കാണുന്നത് എന്താണെന്ന് അറിയാമോ? അവിടെ കാണുന്നത് അസ്ഥിക്കൂമ്പാരമാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുൻപേ ഞങ്ങൾ നരഭോജികളായിരുന്നു. നിങ്ങൾ ഇന്നിതിലെ നടന്നുപോയില്ലേ? ദിവസങ്ങൾ നിങ്ങൾ ഫ്രീ ആയിട്ട് നടന്നുപോയില്ലേ? സ്വാതന്ത്ര്യത്തോടെ നടന്നുപോയില്ലേ? നിങ്ങൾ ഒരു വട്ടം മാത്രമേ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ആ സമയത്ത് തന്നെ നിങ്ങളെ ആ ഭയാനകരമായ കലത്തിലിട്ട് പുഴുങ്ങി തിന്നേണ്ട സാഹചര്യവും സമയവും കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ ജീവനോടെ നടന്നു പോകുന്നത് ഈ ബൈബിൾ എന്നെ മനുഷ്യനാക്കി തീർത്തത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ മനുഷ്യനെ മനുഷ്യനാക്കാൻ പഠിപ്പിക്കുന്ന, അവരനായി കാണാൻ പഠിപ്പിക്കുന്ന, മനുഷ്യ സ്നേഹം വാരി വിതറുന്ന ഈ തിരുവചനം ഉള്ളത് കൊണ്ട് നരഭോജികളെ നരസ്നേഹികളാക്കുവാൻ ഹല്ലേലൂയ യേശു ക്രിസ്തു അവതരിച്ചു എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷത്തിന് ജീവിതത്തിൽ മാറ്റം തരാൻ കഴിയും. ഈ സുവിശേഷമാണ് എന്നെ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ ഈ പട്ടണത്തിൽ ഇരുമ്പുകുഴി സ്വദേശിയാണെങ്കിലും ജോസാൻ എൻ്റെ റിലേറ്റീവാണ്. ഈ ജോസാന് എൻ്റെ ചരിത്രങ്ങളൊക്കെ അറിയാം. ഞാൻ 22-ാമത്തെ വയസ്സ് വരെയും വർത്തോമ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. നമ്മുടെ തള്ളിയൂർ ശാലയും വാളക്കുഴി ചർച്ചിൽ ഞാൻ അംഗമായിരുന്നു. ആ സമയത്ത് എനിക്ക് ലോകത്തിൻ്റെ എല്ലാ മോഹത്തിലൂടെയും ഞാൻ കടന്നുപോയി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഇന്ന് മനുഷ്യനെ സ്നേഹിപ്പാൻ എന്നെ പഠിപ്പിച്ചത് ഞാനൊരു ക്രിസ്ത്യാനിയായി ജനിച്ചത് കൊണ്ടല്ല, എന്നെ സുവിശേഷം ഞാൻ അംഗീകരിച്ചത് കൊണ്ടാണ്. അവൻ ഈ സുവിശേഷമാണ് എന്നെ മാറ്റം വരുത്തിയത്. മനുഷ്യനെ സ്നേഹിപ്പാൻ പഠിപ്പിച്ചത് ഈ സുവിശേഷമാണ്. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു നാണവും കൂടാതെ വിളിച്ചു പറയാൻ എന്നെ ഒരുക്കിയത് ഞാനൊരു സുവിശേഷകനായതുകൊണ്ട്. കാരണം മറ്റൊന്നുമല്ല, എന്നെ രക്ഷിക്കുവാൻ എൻ്റെ കുടുംബക്കാർക്ക് കഴിയാതെ വന്നപ്പോൾ, എന്നെ രക്ഷിക്കുവാൻ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയാതെ വന്നപ്പോൾ, എന്നെ രക്ഷിക്കുവാൻ എൻ്റെ നാട്ടുകാർക്ക് കഴിയാതെ വന്നപ്പോൾ, കരുത്തുള്ളവനായ കഴിവുള്ളവനായ ഒരു മഹോന്നതനായ ദൈവം സ്വർഗത്തിൽ നിന്ന്
കരം നീട്ടി എന്നെ കരം പിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചതാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ സുവിശേഷം നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം തരാൻ കഴിയുന്ന, നിങ്ങളുടെ ജീവിതത്തിന് മൂല്യം തരാൻ കഴിയുന്ന, നിങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യബോധം തരാൻ കഴിയുന്ന ഈ സന്ദേശത്തെ മറന്ന് നിങ്ങൾ യാത്ര ചെയ്യരുത്. യേശു നിങ്ങളുടെ രക്ഷകനാണ്, അവൻ നിങ്ങളുടെ വഴിയാണ്, അവൻ നിങ്ങളുടെ മാർഗമാണ്, അവൻ നിങ്ങളുടെ സത്യമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. എന്നെ ജോസാന് വ്യക്തമായി അറിയുന്നത് കൊണ്ട് എൻ്റെ ചരിത്രങ്ങളും അറിയാം. ഇന്ന് പകൽക്കാലം മനുഷ്യനെ മനുഷ്യനാക്കി തീർത്തത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാനൊരു ക്രിസ്ത്യാനിയായി ജനിച്ചു. എനിക്ക് ബൈബിൾ അറിയുന്ന വ്യക്തിയല്ല. ഞാൻ ഈ രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ നോക്കി യാത്ര ചെയ്തു. ഒരിക്കലൊരു പ്രഭാഷണം ഞാൻ ഇതുപോലെ കേട്ടു. നീ പാപിയാണ് സഹോദര. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനൊരു പാപിയാ. പാപത്തിൽ നിന്ന് എനിക്കൊരു മോചനം ആവശ്യമുണ്ട്. എനിക്ക് എങ്ങനെയാണ് മോചനം പ്രാപിക്കേണ്ടെന്ന് അറിയത്തില്ല. അടുത്ത പദം ആ ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു, നീ പാപിയാണെങ്കിൽ കാൽവരിയുടെ കുലക്കളത്തിൽ നിനക്ക് വേണ്ടി മരണപ്പെട്ട ഒരു യേശുവുണ്ട്. അവന്റെ അവസാന തുള്ളി രക്തം നിനക്ക് വേണ്ടിയാണ് ഊറ്റിത്തന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ കറ കൊണ്ട്, അത് നിന്റെ കറ കഴുകുവാൻ പ്രാപ്തിയുള്ള ഒരേ ഒരു രക്തം മാത്രമേ ഉള്ളൂ. അതൊരു പശുവിന്റെ രക്തമല്ല, അതൊരു കാളയുടെ രക്തമല്ല, അതൊരു കോഴിയുടെ രക്തമല്ല, അതൊരു മനുഷ്യന്റെ രക്തമല്ല. നാസറേനായ യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മാത്രമേ ഇതിനെ കഴുകാൻ പറ്റുകയുള്ളൂ എന്ന് ആമേൻ സ്തോത്രം ആ ദേവദാസൻ വിളിച്ചു പറഞ്ഞു. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ യേശുവേ, ഞാൻ അങ്ങയെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. ഇന്ന് രാത്രി ഈ യേശുവിനെ സേവിക്കുന്നവരായിരിക്കാം, ആവശ്യത്തിന് യേശുവിനെ വിളിക്കുന്നവരായിരിക്കാം. കല്യാണത്തിനോ ശൂന്യാവസ്ഥകൾ നേരിടുമ്പോഴോ ഏതെങ്കിലും രോഗത്തിനോ യേശുവേ നീ സൗഖ്യദായകനാ എന്ന് പറയുന്ന ഒരു പദമല്ല. പിന്നെന്താണെന്നറിയാമോ? അപ്പനും മക്കളുമായിട്ടൊരു ബന്ധത്തിലേക്ക്, യേശുവേ നീ എൻ്റെ രക്ഷകനാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് യേശുവിന്റെ രക്ഷകനാണെന്ന്? നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. 2024 വർഷത്തിന് മുൻപേ പാലസ്തീന്റെ മണ്ണിൽ ജനിച്ചവനായ യേശു ക്രിസ്തു മറിയയിൽ ജനിച്ച് കാലിത്തൊഴുത്തിൽ വഴിയിൽ പിറന്ന് കാലിത്തൊഴുത്തിൽ കൊണ്ടിട്ടവൻ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ നിഷ്ഠമാം കിടപ്പു കണ്ടു ഞാൻ എന്ന് പറഞ്ഞാൽ പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവത്തിന് അവനൊരു കീറ്റുശീലയിൽ കിടക്കേണ്ടിരിക്കുന്ന യേശു ക്രിസ്തു സ്വർഗ മഹിമകളെ വിടിഞ്ഞ് ഈ താണലോകത്തേക്ക് വന്ന് ജഡവതാരം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യന്റെ കൂടെ പാർത്ത് അവന്റെ വേദനകളെ തിരിച്ചറിഞ്ഞ്, അവന്റെ ദുഃഖങ്ങളെ തിരിച്ചറിഞ്ഞ്, അവന്റെ സ്വഭാവങ്ങളെ തിരിച്ചറിഞ്ഞ്, അവന്റെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് നസ്രേനായ യേശു ക്രിസ്തു ഇന്ന് രാത്രിയിൽ ഇവിടെ ആഗതനായിട്ടുണ്ട്. അവൻ 33 തിരുവയസ്സ് വരെ ആ നാട്ടിൽ ജീവിച്ചു. ഹല്ലേലൂയ. എന്തിനാ? വഴിയിൽ പിറക്കേണ്ട ആവശ്യമുണ്ടോ രാജാവിന്? ഞാനിവിടെ പറഞ്ഞതുപോലെ പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ നിനക്കിഷ്ടമാം കിടപ്പ് കണ്ടു ഞാൻ. പട്ടിനുള്ളതായ ആ പട്ടുനൂൽ പുഴുവിനെ സൃഷ്ടിച്ചവനായ സൃഷ്ടികർത്താവ്, പുഴുവിൽ നിന്നെടുക്കുന്ന നൂലുകൊണ്ട് പട്ടുടയാടകൾ തയ്ക്കുവാൻ പ്രാപ്തിയുള്ളവനായ യേശു ക്രിസ്തു, ഉലകത്തിൽ ഒരു വാക്കുകൊണ്ട് സകലത്തെയും ചമച്ചവൻ, രൂപമില്ലാത്തടത്ത് രൂപം കൊടുത്തവൻ, പാഴും ശൂന്യമായി കിടന്ന ഭൂമിയെ വാസയോഗ്യമാക്കിയവൻ, ഇരുട്ടിന്റെ അഗാധ അർപ്പണത്തിൽ കിടന്നവനെ പുറത്തു കൊണ്ടുവന്നവൻ. മർക്കോസിന്റെ സുവിശേഷമാകുന്ന പുസ്തകത്തിനകത്ത് 5-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു. കല്ലറയിൽ മാത്രം ഗദരദേശത്ത് പാർത്തുകൊണ്ടിരുന്ന ഒരു മാനസിക രോഗി, ഭ്രാന്തൻ, ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടവൻ. യേശു ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഗദരദേശത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു. വസ്ത്രം ധരിക്കാത്തവനായി സ്വന്തം ശരീരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട്, അതെ, പൈശാചിക ശക്തിയുടെ അടിമത്തത്തിലായി ആരും കാണാതെ മനുഷ്യവാസം ഇല്ലാത്തിടത്ത് ഒളിഞ്ഞ പാർത്ത് ഇരിക്കുന്ന ഒരു മനുഷ്യനെ തേടി എന്റെ യേശു ചെല്ലുകയാണ്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ
ഒളിഞ്ഞും പാത്തും മറഞ്ഞും മാനസിക രോഗിയായി പുറത്തിറങ്ങാൻ ഭാരത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ യേശു ഗദരദേശം എന്ന് പറയുന്ന ദേശത്തേക്ക് ആ ഒരു വ്യക്തിക്ക് വേണ്ടി കടന്നു എന്ന് അവനെ മനുഷ്യനാക്കി തീർത്ത് അവന്റെ ശരീരത്തിന്റെ വ്രണങ്ങളെ കണ്ട യേശു ക്രിസ്തു, അവന്റെ മാനസിക നൊമ്പരങ്ങളെ തിരിച്ചറിഞ്ഞ യേശു ക്രിസ്തു, മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ടവനായ ആ വ്യക്തിയെ കണ്ടവനായ യേശു ക്രിസ്തു, ഉലകത്തിന്റെ സിട്ടാവ്, മനുഷ്യന്റെ രാജാവ്, സിട്ടാവായിരിക്കുന്ന ദൈവത്തിന് അവനെ കാണാതിരിക്കാൻ പറ്റിയില്ല. ആ ഒരു വ്യക്തിക്ക് വേണ്ടി പടക് കയറി ശിഷ്യന്മാരുമായിട്ട് ഗദരദേശത്തേക്ക് കടന്നു പോവുകയാണ്. ഇന്ന് രാത്രിയിൽ അവന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയെങ്കിൽ, ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മാതാവേ, എന്റെ പിതാവേ, എന്റെ സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ മുറിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ നീ മാനസിക രോഗിയായി ഭാരപ്പെടുന്നെങ്കിൽ, ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്റെ ഭവനാങ്കണത്തിലേക്ക് ഇറങ്ങി വന്ന് അവനെ വിടുവിക്കാൻ കഴിവുള്ളവനായ ഒരു യേശുവിനെയാണ് ഞാനിവിടെ പ്രഭാഷണം നടത്തുന്നത്. ഇന്ന് പകൽക്കാലം നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് വരുവാൻ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈ ശബ്ദം എവിടെല്ലാം ചെല്ലുന്നുവോ, ആരൊക്കെ ഇത് കേൾക്കുന്നുവോ, ഏതൊക്കെയോ തലത്തിൽ ബന്ധിക്കപ്പെട്ടവരായി അകത്തിരിക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നിങ്ങളെ ഇന്ന് രാത്രിയിൽ സൗഖ്യമാക്കുന്ന ഒരു യേശു ഉണ്ട്. ഈ യേശുവിന് വേണ്ടി നിൽക്കാൻ കഴിയുമോ? ഇന്ന് പകൽക്കാലം പറയട്ടെ, അതെ, ഞാൻ രക്ഷ നേടാൻ കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവിടെ ഒന്ന് ചിന്തിച്ചു. അടുത്ത പദം ഇങ്ങനെയാ, എന്താണെന്നറിയാമോ? ഗദസ്തവന മുതൽ ഗോൽഗോഥ വരെ, ഗബദ എന്ന് പറയുന്ന സ്ഥലത്തിൽ, തലയോടിടം എന്ന് പറയുന്ന സ്ഥലം വരെ, ഗദസ്തവനയിൽ പൂങ്കാവനത്തിൽ വെച്ച് പ്രാർത്ഥിപ്പാൻ കടന്നുപോയിരിക്കുന്ന യേശു ക്രിസ്തു റോമൻ പടയാളികളാൽ പിടിക്കപ്പെട്ടവനായി 5 കോടതികൾ മാറി വിധിച്ചിട്ടും അന്നത്തെ റോമൻ പടയാളിയുടെ നേതാക്കന്മാരായിരിക്കുന്ന ഹേരോദാവ്, കയ്യഫാവ്, പീലാത്തോസിന് ആർക്കും അവനിൽ യാതൊരു കുറ്റവും ചുമത്താൻ കഴിയാതെ 5 കോടതികൾ മാറി വിധിക്കപ്പെട്ടവനായി അറപ്പാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാ നിൽക്കുന്ന ആടിനെ പോലെ നിശബ്ദതയോടെ, പഞ്ചഭുജം മടക്കി നിശബ്ദതയോടെ നിൽക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നിൽപ്പ് ഇന്ന് രാത്രിയിൽ നിങ്ങളൊന്ന് ദർശിക്കേണ്ടത് ആവശ്യമാണ്. അവന്റെ വസ്ത്രങ്ങൾ ഊരിമാറ്റിയിട്ട് ചാട്ടവാറുകൾ, കുതിരയുടെ തോലുകളും മറ്റ് ഉണങ്ങിയ തോലുകൾ കൊണ്ട് ചാട്ടവാറുകൾ ഉണ്ടാക്കി അവൻ അതെ ചാട്ടയുടെ അറ്റത്ത് ഇരുമ്പിന്റെ ദണ്ടുകളും അതുപോലെ തന്നെ ചൂണ്ടയുടെ കൊളുത്തുകളും ഉണ്ടാക്കിയിട്ടിട്ട് ആരോഗ്യമുള്ള 2 ദൃഢരാക്ഷന്മാരായിരിക്കുന്ന 2 പേര് മാറി മാറി ചുഴറ്റി അവന്റെ പുറത്തേക്ക് അടിച്ചു. അപ്രകാരം എഴുത്തുകാരൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവന്റെ പുറം ഉഴുവച്ചാല് പോലെ നീളത്തിൽ കീറി ഒരു ചാലിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ അവന്റെ ശരീരത്തിനാകാല ചുളം മുറിവേറ്റവനായി തേജസ് വാരിച്ചുറ്റിയവനായ യേശു ക്രിസ്തു രക്തം വാരിച്ചുറ്റിയവനായി അറപ്പുശാലയിലേക്ക് ഒരു മൃഗത്തെ കൊണ്ടുപോകുന്നത് പോലെ യാതൊരു ദയവുമില്ലാതെ എന്റെ യേശുവിനെ അവർ കൊണ്ടുപോകുകയാ. എന്നോട് പറഞ്ഞു, സുഹൃത്തെ, നീ ഒന്ന് നോക്കിക്കേ. ആ പ്രഭാഷകൻ ഇങ്ങനെ പറഞ്ഞു, നിനക്ക് എന്റെ കൂടെ ഒന്ന് വരാൻ കഴിയുമോ? അക്കബദ എന്ന് പറയുന്ന, തലയോടിയിടം എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് എന്റെ കൂടെ ഒന്ന് വരാൻ കഴിയുമോ? ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു, ദൈവദാസനെ, ഞാനിതാ വരുന്നു. അങ്ങനെ അവനെ അടിച്ചുകൊണ്ട് പോകുകയാ, ക്രൂരമായി അവനെ അടിക്കുന്നുണ്ട്, അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്നുണ്ട്, അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ച് അടിക്കുന്നുണ്ട്, അവനെ എന്ത് ചെയ്യുന്നു? അങ്ങനെ പരിഹസിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ആ ക്രൂശിലേക്ക് നോക്കുവാൻ എത്ര പേരുണ്ട്? ആ ക്രൂശിലേക്ക് നോക്കുവാൻ എത്ര പേരുണ്ട്? രക്തം വാരി ചുറ്റിയവനായി ആ ക്രൂശിൽ കിടക്കുന്ന യേശു കർത്താവിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അവൻ വീണും എഴുന്നേറ്റും ആ മരക്രൂശുമായിട്ട് അവൻ നടന്നു പോകുകയാണ്. ചിലയിടങ്ങളിൽ അവൻ വീഴുന്നുണ്ട്. വീഴുമ്പോൾ പുറയിൽ നിന്നുകൊണ്ട് ചില അമ്മമാര് വിളിക്കുന്നുണ്ട്, യേശുവേ, എന്റെ യേശുവേ, നിനക്കിത് സംഭവിച്ചത് എങ്ങനെയാണ്? 5 അപ്പം വാഴ്ത്തി കൊടുത്തവനല്ലേ നീ? മരിച്ചവനെ ഉയർപ്പിച്ചവനല്ലേ? രക്തസ്രാവസ്ത്രീ ഓടി വന്ന് നിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവിടുന്ന് ഒരു സൗഖ്യം പുറപ്പെട്ടതല്ലേ? 7 ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടവളായ മദ്ദലക്കാരത്തി മറിയുടെ ശരീരത്തെ ഭൂതം നീ ഒരു വാക്കിനാൽ പുറത്താക്കിയവനല്ലേ? ഒരേ ഒരു മകനുള്ള ഒരു അമ്മ ഒരു കുഞ്ഞുമായി മഞ്ചലിൽ കൊണ്ടുവരുമ്പോൾ മഞ്ചത്തിൽ നീ തൊട്ടപ്പോൾ അവൻ എഴുന്നേറ്റതല്ലേ? എന്താ യേശുവേ നിനക്ക് സംഭവിച്ചത്? അങ്ങനെ ആർത്തവർ കരയുമ്പോൾ, വിതുമ്പിയവർ കരയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ തലമുറയെ ചൊല്ലിക്കരഞ്ഞുകൊള്ളുവിൻ. ഇന്ന് രാത്രി അല്ലെ കേൾക്കുന്ന എന്റെ മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറയെ ചൊല്ലി കരയാൻ ഇന്ന് രാത്രി എത്ര പേർ
കഞ്ചാവിന് അടിമയല്ലേ? നിന്റെ കുഞ്ഞ് മദ്യത്തിന് അടിമയല്ലേ? അല്ലേ? നിന്റെ കുഞ്ഞ് പെൺകുഞ്ഞ് വീട്ടിലുണ്ടോ? അവൾ നിന്നെ അനുസരിക്കാറുണ്ടോ? അവൻ നിന്നെ അനുസരിക്കാറുണ്ടോ? 9 മാസം ചുമ്മി നടന്ന ഗർഭപാത്രത്തിലേക്ക് തൊഴിക്കുവാൻ അവൻ പലപ്പോഴും കാലുകൾ അവൻ പൊക്കിയിട്ടില്ലേ? തൂമ്പ പിടിച്ച് കഷ്ടപ്പെട്ട് രാവന്തിയോളം കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ആ പണവും ആഹാരം മേടിച്ച് കഴിച്ച ആ അപ്പന്റെ കൊങ്ങായിക്ക് കയറി പിടിച്ചവനല്ലേ? നിന്റെ കുഞ്ഞുങ്ങളെ നോക്കി നീ കരയാൻ തയ്യാറാണോ? അതെ, വലിയ സൗധങ്ങളിലൊക്കെ നമ്മൾ താമസിച്ചാലും ഭവനത്തിന്റെ അങ്കണത്തിൽ സ്വസ്ഥതയില്ല എങ്കിൽ നമ്മൾ കഴിക്കുന്ന എത്ര ശ്രേഷ്ഠ ഭോജനമാണെങ്കിലും അത് പ്രയോജനമില്ല. ഇന്ന് രാത്രിയിൽ യേശു നിന്റെ ഭവനത്തിലുണ്ടോ? യേശു നിന്റെ ഭവനത്തിലുണ്ടോ? കഞ്ഞി വെള്ളം മതി, അത് സന്തോഷമാണ്. ഇന്ന് രാത്രി സമാധാനത്തോടെ ഞാൻ വിളിച്ചു പറയുക, ഞാൻ ആ യേശു ക്രിസ്തുവിന്റെ കൂടെ യാത്ര ചെയ്തു, ആ പ്രവാചകന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു. അവൻ മരക്രൂശുമായി അവൻ വീഴുന്നുണ്ട്, അവൻ എഴുന്നേൽക്കുന്നുണ്ട്, അവൻ മുൻപോട്ട് കടന്നുപോയി. ദയനീയമായി അവൻ അമ്മമാരെ നോക്കുന്നുണ്ട്, അവന്റെ കൂടെ ഉള്ളവരെയൊക്കെ അവൻ നോക്കുന്നുണ്ട്. ചിലരൊക്കെ അവന്റെ കൂടുണ്ട്, ചിലരൊക്കെ പേടിച്ച് ഓടിപ്പോയി, അവൻ ഭീതിപ്പെട്ട് ഓടിപ്പോയി. അങ്ങനെ അവൻ ഇതാ മുന്നോട്ട് കടന്നു പോകുകയാണ്. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, ഈ ക്രൂശിന്റെ ചവിട്ടിലേക്ക് കടന്നു വരാൻ ഇന്ന് രാത്രിയിൽ എത്ര പേരുണ്ട്? ഈ മഹനീയമായ ലക്ഷ്യത്തിലേക്ക് അടുത്തു വരാൻ എത്ര പേരുണ്ട്? ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയുക, ആ ക്രൂശിന്റെ ചവിട്ടിലേക്ക് വന്നുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കുവാൻ എത്ര പേരുണ്ട്? ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കേണ്ടത്, സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ താളലോകത്തേക്ക് വന്നത് എനിക്ക് വേണ്ടി മരണപ്പെടുവാന്, എനിക്ക് വേണ്ടി യാഗമാകുവാന്, എനിക്ക് വേണ്ടി പാപപരിഹാര ബലി നടത്തുവാന് എന്റെ യേശു ഈ ഉലകത്തിലേക്ക് കടന്നു വന്നത്. ആ യേശു ഇരുകള്ളന്മാരുടെ നടുവിൽ 3 ആണികളാൽ തറയ്ക്കപ്പെട്ടവനായി. എലി എലി ലമ ശബഥാനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത്? ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി പിതാവായ ദൈവം മുഖം മറച്ചു കളഞ്ഞ് തന്റെ സ്വന്തം ഓമനകുമാരനെ യാഗമാക്കുവാൻ നിശബ്ദതയോടെ മുഖം മാറ്റിക്കളഞ്ഞിട്ട് എന്നെയും നിങ്ങളെയും സ്നേഹിച്ചവരായ അരിമലാലനായ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഉയർത്തുകയാ. അവൻ മാത്രം ഏക രക്ഷകൻ. ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. സത്യമാർഗമാണ്, സത്യരക്ഷ ദീപമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, എന്നെ രക്ഷിക്കുവാൻ ഒരു കരവുമില്ലായിരുന്നു. എന്നെ രക്ഷിക്കുവാൻ ഒരേ ഒരു കരമാണ് ഇറങ്ങി വന്നത്, തുളയ്ക്കപ്പെട്ട ഒരു കരം. ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയട്ടെ, ആ തുളയ്ക്കപ്പെട്ട കരം ഇന്ന് നിന്റെ ഭവനത്തിൽ നീ ഇരിക്കുന്നിടത്ത് ആ കരം നീ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ഹല്ലേലൂയ, ഒരു ആണിപ്പഴുതുള്ള കരം ഇതാ നിന്റെ അടുത്തേക്ക് വരികയാ. ഒരു ആണിപ്പഴുതുള്ള കരം നിന്നെ തൊടുവാൻ വേണ്ടി ഇതാ കടന്നു വരികയാ. നിന്റെ ആണിപ്പഴുതുള്ള കരം നിന്റെ കുഞ്ഞിനെ തൊടുവാൻ ഇതാ നിന്റെ അടുക്കിലേക്ക് അടുത്തു വരികയാ. സൗഖ്യത്തിന്റെ കരമായി, പാപപരിഹാരത്തിന്റെ രക്തവുമായി, താലത്തിൽ രക്തവുമായി പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന പുത്രനായ യേശുവിനെ നിങ്ങൾ കണ്ടോ? ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം. അവൻ ഏക രക്ഷകനാണ്, ഏക മധ്യസ്ഥനാണ്. അവനുള്ളിൽ മാത്രമാണ് രക്ഷ സാധ്യമാകുന്നത്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, എന്റെ പ്രസംഗത്തിന് ഞാൻ കുത്തിടാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം കേന്ദ്രബിന്ദുവായ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഉയർത്തുന്നത് എന്താണെന്നറിയാമോ? നാളത്തെ പ്രഭാതം എനിക്കുണ്ടോ എന്നറിയത്തില്ല. ഇന്ന് രാത്രിയിൽ മാനസാന്തരപ്പെട്ട് അതേ ക്രിസ്തുവിലേക്ക് അടുത്തു വരുവാൻ എത്ര പേരുണ്ട്? വെളിപ്പാട് പുസ്തകത്തിൽ സഭയോട് പറയുന്ന ഒരു ദൂതുണ്ട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ടാരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇന്ന് രാത്രിയിൽ തുളയ്ക്കപ്പെട്ട കരവുമായി തേജോമനായിരിക്കുന്ന 7 നിലവിളക്കുകളുടെ നടുവിലൂടെ ഉലാത്തുന്നവൻ, നിലയങ്കി ധരിച്ചവൻ, ഭാരത്ത് വെങ്കച്ച കെട്ടിയവൻ, വാരിത്തുറ്റ തേജസ്സുള്ളവൻ ഇതാ നിന്റെ അടുക്കിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക്, സഹോദരി സഹോദര, നിന്റെ ഭവനത്തിലേക്ക് കടന്നു വരികയാ. നിന്റെ വാതിൽ തുറക്കാൻ ഇന്ന് രാത്രിയിൽ നിന്റെ ഭവനത്തിന്റെ വാതിൽ തുറക്കുവാൻ നീ തയ്യാറുണ്ടോ? ഇന്ന് രാത്രിയിൽ നിന്റെ ഭവനത്തിനകത്ത് യേശു കടന്നു വരികയാ. യേശു നിന്റെ കൂടെ പാർക്കാൻ ആഗ്രഹിക്കുന്നു. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നൊരു അതിഥിയും വീട്ടിൽ നിന്ന് പോകാറില്ല. ഞാൻ നിന്നോട് കൂടെ അത്താഴം കഴിക്കുന്നു, നിന്നോട് പാർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന്. അത്താഴം കഴിച്ചാൽ ഒരു അതിഥിയും പോകത്തില്ല.
അതിഥി പോകുന്നത് 6 മണിക്ക് ഇരുട്ടുന്നതിന് മുമ്പേ പോകണം. അത്താഴം കഴിച്ചവൻ അവൻ നമ്മുടെ കൂടെ ഉറങ്ങാൻ തയ്യാറാ, അവൻ എൻ്റെ കൂടെ ജീവിപ്പാൻ തയ്യാറാ, അവൻ എൻ്റെ കൂടെ കിടക്കാൻ തയ്യാറാ, ഇരിക്കാൻ തയ്യാറാ, എൻ്റെ ആവശ്യങ്ങൾ അറിയാൻ തയ്യാറാ, ഞാൻ വെളുത്തോളം സംസാരിക്കാൻ തയ്യാറാ. നിന്റെ ഭാരങ്ങൾ അവന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ അതിനെ ചുമത്താം. ആ യേശുവിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, ആ ക്രൂശിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അവൻ മരിക്കുക മാത്രമല്ല കേട്ടോ, അവൻ കല്ലറകളെ ഭേദിച്ച് 3-ാം നാളിൽ അവൻ പുറത്തു വന്നു. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, അകത്ത് ജീവനുള്ളവൻ കിടക്കുന്നു, കല്ലറയ്ക്കകത്ത് ജീവനുള്ളവൻ കിടക്കുന്നു. ആരൊക്കെയോ അന്നത്തെ ഭരണകർത്താക്കൾ കൊണ്ടുവന്ന് കല്ലുകൾ ഉരുട്ടി വെച്ചു. അന്നത്തെ പൈശാചിക ശക്തിയും അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ചേർന്ന് കൈകോർത്തിട്ട് യേശുവിന്റെ കല്ലറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഭയാനകരമായിരിക്കുന്ന ഒരു കല്ല് കൊണ്ടുവച്ചിട്ട് അവരാൽ കഴിയുന്ന മുദ്ര കൊണ്ട് അവർ ഉറപ്പ് വരുത്തി. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, മരിച്ചു വെറുതെ അടക്കപ്പെട്ട ഒരു യേശുവിനെ അല്ല ഞാൻ ഇവിടെ ഉയർത്തുന്നത്. കല്ലറയ്ക്കകത്ത് ജീവനുള്ള കല്ലായ എന്റെ യേശു ക്രിസ്തു ഉയർത്തപ്പോൾ പുറത്ത് ജീവനില്ലാത്ത കല്ല് സ്വയമേ ഉരുണ്ടുമാറി. ഇന്ന് രാത്രിയിൽ യേശു അകത്ത് ജീവിക്കുമ്പോൾ നിന്റെ പുറത്തുള്ള നിന്റെ തടസ്സങ്ങൾ തനിയെ ഉരുണ്ടു മാറാൻ പോവുകയാണ്. യേശു നിന്റെ ഭവനത്തിൽ കാല് ചവിട്ടുമ്പോൾ നിന്റെ തലമുറയുടെ ഭാവി തുറക്കാൻ പോവുകയാണ്. ഇതെത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? യേശു നിന്റെ അകത്ത് വസിക്കുമ്പോൾ മരണം വിട്ട് നീ ജീവനിലേക്ക് കടക്കാൻ പോവുകയാ, ആ നിത്യജീവനിലേക്ക് നീ കടക്കാൻ പോവുകയാ. ഇന്ന് രാത്രിയിൽ എഫേസ്യ ലേഖനത്തിൽ ഒരു വചനം കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്താൻ പോവുകയാ. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പിൻ നാളിനായി നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. എന്തിനാ? മരിച്ചുയർത്ത എന്റെ യേശുവിന്റെ കാഹളനാദം കേൾക്കുവാൻ സമയമെടുത്തു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചു കിടക്കുന്ന വൃതന്മാർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ശേഷം ജീവനോടിരിക്കുന്ന നാമോലത്തിനും രൂപാന്തരപ്പെടും. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന ദൈവജനമേ, മരണത്തിന് ശേഷമായിട്ട് നമുക്കൊരു ജീവിതമുണ്ട്. അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വീണ്ടെടുപ്പിൻ നാളിനായി. എന്താണ് വീണ്ടെടുപ്പിൻ നാള്? കർത്താവിന്റെ ഇമ്പമേറിയ ശബ്ദം കേൾക്കാൻ സമയമായി. യേശുവിന്റെ ശബ്ദം കേൾക്കാൻ സമയമായി. അതുകൊണ്ട് ജാതി ജാതിയോടും പോർവിളികൾ മുഴക്കുന്നു. ഒരു 3-ാം ലോക മഹായുദ്ധത്തിന്റെ ചില ഗന്ധം അടിക്കുന്നു, പാറകൾ പിളരുന്നു, എന്ത് പറയുക, കുന്നുകൾ നിരപ്പായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്തിനു പറയണം, സുനാമികൾ സംഭവിക്കുന്നു, മരണങ്ങൾ ഉണ്ടാകുന്നു, മാരകമായിരിക്കുന്ന വിപത്തുകൾ ഉണ്ടാകുന്നു, കൊലപാതകങ്ങൾ സംഭവിക്കുന്നു, കുഞ്ഞുങ്ങളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു, അമ്മമാരെ വെട്ടിക്കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, പാമ്പിനെ കലിപ്പിച്ചു കൊല്ലുന്നു, സൈനൈഡ് കൊടുത്തു കൊല്ലുന്നു, കയറ് ചുറ്റി കുരുക്കി കൊല്ലുന്നു. എന്തിനെ? ഒരു ദയയില്ലാത്ത നിലവാരത്തിലേക്ക് മനുഷ്യൻ മൃഗതുല്യനായി പോകുമ്പോൾ വചനം ഇങ്ങനെ പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് അടുത്തിരിക്കുന്നു. എന്റെ യേശുവിന്റെ വരവ് അടുത്തിരിക്കുന്നു. അവന്റെ ശബ്ദം ഇനിയും സമയം അധികമില്ല. ഒരുങ്ങിക്കൊള്ളുക, നിന്റെ യേശുവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രക്ഷയിലേക്ക് അടുത്തു വരിക, നിത്യജീവൻ പ്രാപിപ്പ അവൻ കർത്താവായ ദൈവം നിങ്ങളെ അതിനു വേണ്ടി ഒരുക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു നിമിഷം ഇവിടെ നിർത്തുകയാണ്. ഒരു വാക്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് ഇവിടെ കർത്താവദാസൻ പാസ്റ്റർ വീണ്ടും പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ കടന്നു പോകാം. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരിയായ സർവശക്തനായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ഉയർത്തുവാൻ തന്ന ഈ അവസരത്തിനായിട്ട് നന്ദി. ഈ ഭവനം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നല്ലോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ഭവനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാരെയും എല്ലാ സഹോദരന്മാരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ഭാരങ്ങളാകട്ടെ, അവരുടെ നിരാശകളാകട്ടെ, അവരുടെ മുൻപിലുള്ളതായ പ്രതിസന്ധിയാകട്ടെ, ഇന്ന് രാത്രിയിൽ അതിനെയൊക്കെയും അവൻ മാറ്റാൻ കഴിവുള്ളവനായ കരുത്തുള്ള ആ സർവശക്തനായ ദൈവത്തെ അവൻ ഇന്ന് രാത്രി അറിയുവാനിടയാകുവാൻ ലുദിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളെ തുറക്കുമാറാകണമേ. സൗഖ്യത്തിന്റെ കരം ഭവനങ്ങളിൽ ഇറങ്ങുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിനായി ഈ ശബ്ദം കേട്ട എല്ലാവരെയും കർത്താവ് ഒരുക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനയാചനകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ നീ കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യമിത്രങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു.